അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്ന, അവന്റെ 99 നാമങ്ങൾ. ആ 99 നാമങ്ങളെ കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്തുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം നാം പറയുന്നുണ്ട്. മാത്രമല്ല, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഏതെല്ലാം വിഷയങ്ങളാണ് ഓരോ ഇസ്മുകളും നിരവധി തവണ നാം ചൊല്ലുമ്പോൾ അതിലൂടെ പരിഹരിക്കപ്പെടുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസുകളിലായി നാം പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ പ്രത്യേക ഇസ്മുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. യാ ലത്തീഫ് പ്രത്യേകിച്ച്, യാ ഫത്താഹ് പ്രത്യേകിച്ച്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ ഇസ്മുകളാണ്. ഇന്നതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഒരു ഇസ്മാണ് യാ മുഖീത്ത്. മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ, ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്തിനാണത് പ്രയോഗിക്കുന്നത്, അത് പ്രയോഗിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്, എത്ര തവണയാണ് അത് ആ വിഷയത്തിന് വേണ്ടി ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും ചൊല്ലുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റിയാള വീട്ടാൻ സാധിക്കുന്നവർ നോമ്പുകാരായിട്ട് റിയാള വീട്ടലാണ് വേണ്ടത്, അതിന് നല്ല ഫലം ഉണ്ടാകും. അല്ലാതെ നിങ്ങൾക്ക് റിയാള വീട്ടാം, നോമ്പുകാരായിട്ട് വീട്ടുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. അപ്പൊ റിയാള നിങ്ങൾ നോമ്പുകാരായിട്ട് വീട്ടാൻ ഈ നോമ്പിന്റെ സമയം നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ ആദത്തുകൾ കൃത്യമായി കണ്ടെത്തിയിട്ട് റിയാള വീട്ടേണ്ട റിയാള വീട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മുകളെ കണ്ട് പ്രയോഗിച്ചാൽ നല്ല ഫലം ഉണ്ടാകും. യാ മുഖീത്തു യാ അല്ലാഹ് എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. യാ മുഖീത്ത്, മുഖീത്ത് എന്ന പദത്തിന്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുന്നവൻ, ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ, ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അമൂല്യമായ അവന്റെ അധികാരപരിധിയെ സൂചിപ്പിക്കുന്ന ഒരു മഹത്തായ പദമാണ് മുഖീത്ത് എന്ന് പറയുന്ന ഒരു പദം. ഈ പദം കൊണ്ട് ഉള്ള ഈ ഇസ്മ യാ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ, ആ ദിവ്യനാമം, അത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് ആഹാര വിഭവങ്ങൾ നൽകുന്നത് ഒരേ അനുപാതത്തിലല്ല. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുന്നത് ഒരുപോലെയല്ല. സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹു ചില ആളുകൾക്ക് നൽകുമ്പോൾ മറ്റു ചിലർക്ക് ലഭിക്കുന്നത് വളരെ പരിമിതമായ ഭക്ഷണമാണ്. ദരിദ്രർക്കും കഷ്ടപ്പെടുന്നവർക്കും ആഹാരം നൽകുക, അതിഥികളെ സൽക്കരിക്കുക, വഴിയറിയാതെ വിഷമിക്കുന്നവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ദിവ്യനാമം, ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ കൊണ്ട്, ഓരോ ഇസ്മ കൊണ്ടും പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലുള്ള ഓരോ വിഷയങ്ങളെ പരിഹരിക്കാൻ അത് കാരണമാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കാനും ദാരിദ്ര്യമില്ലാതെയാകാനും, ദാരിദ്ര്യമുക്തമായ ഒരു ജീവിതം ലഭിക്കാനും, അദൃശ്യമായ രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് സഹായം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നയാളാണെന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠ അനുഭവിക്കുന്ന ആളുകളെ നമുക്കറിയോ, ഇന്ത്യ മഹാരാജ്യം എന്നല്ല, ലോകത്ത് എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്. നമ്മെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിന്ന് ഭക്ഷണത്തിനോ നമ്മുടെ ജീവിത ശൈലിയിലോ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. മരിക്കാതെ, നമ്മുടെ എല്ല് ഉന്താതെ, വയറൊട്ടാതെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനനുസൃതമായ ഭക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഒരു സുഡാനി ബാലൻ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് ആ സുഡാനി ബാലൻ അവന്റെ വായ അടുപ്പിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് ഈ സുഡാനി ബാലൻ വായ അടുപ്പിച്ചു പിടിച്ചതെന്നറിയണോ? എപ്പോഴാണോ ഈ ഒട്ടകം വിസർജിക്കുന്നത് ആ സമയം ആ വിസർജ്യ വസ്തു ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത്രമേൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളും കൂടെ ജീവിക്കുന്ന ലോകത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നത്, അല്ലേ? നമുക്ക് ഓരോ സമയവും കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ ഈ നൽകപ്പെട്ട ഭക്ഷണം, അത് ആ അനുഗ്രഹം, അതൊരു നിഅമത്താണ്. അത് നിലനിൽക്കാനും അതിനി ഒരിക്കലും നീങ്ങിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട് യാ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മിനെ അത് ധാരാളമായിട്ട് പതിവാക്കാവുന്നതാണ്. അപ്പൊ യാ മുഖീത്തു യാ അല്ലാഹ്, യാ മുഖീത്തു യാ അല്ലാഹ്, യാ മുഖീത്തു യാ
അല്ലാ എന്നുള്ള നാമങ്ങൾ നമുക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നേട്ടമുണ്ട്. വല്ലവനും അവന്റെ ശരീരത്തിലെ തളർച്ച, ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ 70 തവണ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ സന്തോഷകരമായ ജീവിതത്തിൽ അവനക്ക് നല്ല റാഹത്തുള്ള ജീവിതം അവന് സാധ്യമാകുന്നുള്ളതാണ്. അപ്പൊ നല്ല ക്ഷീണമുള്ളവര്, നല്ല തളർച്ചയുള്ളവര്, ശരീരത്തിന് എപ്പോഴും എങ്ങനെയും എന്താണ് കാരണം എന്നറിയാത്ത നല്ല ക്ഷീണങ്ങളും തളർച്ചയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, എപ്പോഴും ടയേർഡൊക്കെ ഉള്ള ആളുകള്, ഒന്നിനും ചെയ്യാൻ കഴിയാതൊരു അലസത, ഒരു മടിയൊക്കെ തോന്നുന്ന ആളുകള് 70 തവണ യാ മുഖീത്തു യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ, അതൊരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് 70 തവണ ഓതിയിട്ട് അത് ഖിബിലക്ക് മുന്നിട്ട് ഉളുവോടുകൂടെ 3 മുറുക്കായിട്ട് ബിസ്മി ചൊല്ലി കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അവന്റെ ആ ശരീരത്തിന്റെ തളർച്ചയൊക്കെ മാറുമെന്നാണ്. ഇത് എത്ര തവണ ചെയ്യണം? ഇതൊരു സമയം വരെ, അവൻ എത്ര തവണയാണോ ഏതെല്ലാം സമയങ്ങളിലാണോ ഇത് അനുഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഇത് ചെയ്താൽ അതിൽ നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ യാത്രാവേളയിലൊക്കെ ഈ ഒരു ഇസ്മ അത് ഉപയോഗിക്കാം, ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കാം. അതേപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്യാം. എന്ന യാത്രയിലുള്ള പ്രയാസങ്ങളും യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരുമെന്നുള്ളതാണ്. കണ്ണുവേദന, അതേപോലെ തന്നെ ചെങ്കണ്ണ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, തിമിരം, കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഈ കണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ രക്തമിറങ്ങുക പോലെയുള്ള കണ്ണു സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ ഒരു ഇസ്മ അത് 10 തവണ ചൊല്ലിയിട്ട് കണ്ണിൽ ഊതിയാൽ മതി. അപ്പൊ ഒരാളെ കൊണ്ടത് എന്തെങ്കിലും കണ്ണിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ ഒരാളോട് പറയാം, ഇതൊരു 10 തവണ യാ മുഖീത്തു യാ അല്ലാ എന്നുള്ള ഒരു 10 തവണ ഓതിയിട്ട് എന്റെ കണ്ണിൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതാൻ വേണ്ടി പറയാം. നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾക്കുള്ള വലിയ വലിയ ഫലങ്ങളാണ് ഈ പറയുന്നത്. ഇതിന്റെ ഈ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ആപ്റ്റായിട്ട് പ്രയോഗിക്കാൻ സാധിക്കണം. അപ്പൊ നല്ല ഫലമുണ്ടാവും അതിന്. അതേപോലെ തന്നെ ദുസ്വഭാവികളായ കുട്ടികള്, ദുശീലങ്ങളുള്ള MDMA, LSD, ലഹരി വസ്തുക്കള്, മദ്യത്തിന്, കഞ്ചാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിപ്പോ ഞാൻ ലഹരിയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത്. ഇനി അതല്ലാത്ത എന്തെങ്കിലും ദുസ്വഭാവങ്ങളൊക്കെ ഉള്ള മക്കളുടെ സ്വഭാവം നന്നാവാന്, സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് അവരുടെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, അഭിവൃദ്ധി ലഭിക്കാന് ഈ ഒരു ഇസ്മ 550 പ്രാവശ്യം അത് ഓതിയിട്ട് അത് ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ചെയ്തു നോക്കൂ. നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. വിശ്വാസത്തോടുകൂടി ചെയ്യണം. അവർക്ക് രാവിലെ ചായ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 550 തവണ യാ മുഖീത്തു യാ അല്ലാ, യാ മുഖീത്തു യാ അല്ലാ വളരെ പെട്ടെന്ന് കഴിയും. അതൊന്ന് ഓതിയിട്ട് അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാഉൽ ഹുസ്നയിൽ അതിമഹത്തായ ഇസ്മല്ലേ, ഈ ഇസ്മ കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ വിശാലമായ ചർച്ചയിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് നോമ്പിന് ശേഷം എന്നുള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം, അതിന് ചികിത്സാ രീതികൾ പഠിക്കാം, നിങ്ങൾക്കൊക്കെ പ്രയോഗിക്കാവുന്ന രൂപത്തിൽ അതിന്റെയൊക്കെ കൃത്യമായ പഠനങ്ങൾ പറയും. ഇപ്പൊ നമ്മൾ ചെറിയ രൂപത്തിലാണ് പറയുന്നത്. അപ്പൊ ദുസ്വഭാവങ്ങളുള്ള മക്കള്, അവരുടെ ആ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ഇതൊരു 550 തവണ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക. അങ്ങനെ 550 തവണ ചൊല്ലിയിട്ട് ഊതിയിട്ട് അത് വെള്ളത്തിൽ അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാം. ഒരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 14 ദിവസമോ 21 ദിവസമോ അതൊക്കെ ചെയ്ത് നോക്കാം. നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അവരാ കുടിക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ മഹത്തായ ഇസ്മുകൾ ഉരുവിട്ടതാണ്. അള്ളാഹുവിന്റെ ഇസ്മാണ്. ഞാനിത് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിവ് നിങ്ങൾക്ക് ലഭിച്ചു. ആ അറിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു വിശ്വാസമുണ്ട്. അസ്മാഉൽ ഹുസ്നയാണെന്ന ആ ശുഭാപ്തിയോടെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫലം ചെയ്യും എന്ന് നിങ്ങൾക്കിത് പറയുമ്പോൾ തന്നെ തോന്നുന്നുണ്ടോ? എന്നാൽ അവർക്കത് ഫലം ചെയ്യുന്നുള്ള ഉറപ്പാണ്, നമുക്കത് അനുഭവമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പതിവാക്കി കഴിഞ്ഞാല് വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് ഒരു ചെറിയ രൂപത്തിലുള്ള അസ്മാഉൽ ഹുസ്നയിലെ യാ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ
എപ്പോഴും ഈ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൊതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എപ്പോഴും ഇങ്ങനെ ഒരു വിശപ്പില്ലായ്മ ഉള്ളവര്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു യാ മുഖീത്തിന്റെ ഇസ്മ കൊണ്ടുള്ള അമല് ചെയ്താല് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. യാ മുഖീത്തിന്റെ ആദത് 550 ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഖ്യയാണ് യാ മുഖീത്ത് എന്നുള്ളതിന്റെ ആദത്. ആ ആദത് വെച്ചിട്ട് ചൊല്ലിയാൽ അതിന് കൂടുതൽ ഫലം ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10 തവണ ചൊല്ലേണ്ടത് പറഞ്ഞു, 70 തവണ ചൊല്ലേണ്ടത് പറഞ്ഞു. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അസ്മാഉൽ ഹുസ്നയുടെ റിയാള, അത് പൂർത്തീകരിച്ച് വീട്ടുക. അത് പൂർത്തീകരിച്ച് വീട്ടാൻ നോമ്പിന്റെ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാൻ പ്രയാസമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അസ്മാഉൽ ഹുസ്നയുടെ ആദത്തുകൾ ഏതെങ്കിലും ഉസ്താദുമാരോട് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ആ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും ആദത്ത്, അതിന്റെ എണ്ണം എടുക്കുക. എണ്ണം എടുത്തിട്ട് നോമ്പുകാരായ നിലയ്ക്ക് ആ എണ്ണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില ഷർത്തുകൾ, ആ ഷർത്തുകൾ പാലിച്ചിട്ട് ചൊല്ലി തീർക്കുക. വുളുവോടുകൂടെ ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് ഞാൻ പറഞ്ഞ രൂപത്തിൽ ഒരു സ്വലാത്തൊക്കെ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചൊല്ലിയിട്ട് ആ രൂപത്തിൽ ഇത് ചൊല്ലി തീർക്കുക. അങ്ങനെ ചൊല്ലി തീർക്കുമ്പോൾ നിങ്ങൾ യാ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ ഒരൊറ്റ തവണ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ അതിനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അതുമായി ഏൽപ്പിക്കപ്പെട്ട ഖാദിമീങ്ങള്, ആ ഖാദിമീങ്ങൾക്ക് കീഴിലുള്ള ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അവരൊക്കെ അവരുടെ സഹായത്തിന് വേണ്ടി വരികയും ഈ വിഷയം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് ആ വിഷയമൊക്കെ പൂർത്തീകരിക്കപ്പെടുകയൊക്കെ ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ പറയാറുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമല്, യാ ലത്തീഫിന്റെ അമല്, അതേപോലെ ഹസ്ബുനല്ലാഹിയുടെ അമല്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളൊക്കെ നിങ്ങൾ ചെയ്താല് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ ദിവസവും. ഇന്നും എനിക്ക് കോട്ടയത്തുനിന്നോ ഏതൊരു ജില്ലയിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവര് എഴുതി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്റെ മോൾക്ക് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമല് ചെയ്തു തുടങ്ങി പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് എനിക്കതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്, എല്ലാവരോടും ഞാൻ ചെയ്തിട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷെ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മുടെ ജീവിതവും കറക്റ്റാണ്. അവരും തന്നെ അത്തരം വലിയ വിഷയങ്ങളിൽ നിന്ന് ഇടപെടാത്തവരാണ്. എന്നാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആ ഇസ്മ ചെല്ലുന്നവർക്ക്, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമല് ചെയ്തവർക്ക് ആയിരക്കണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തവരാണ്. ഒരുപാട് ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചവരാണ്. ദിനേന അതുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറീസും അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടും അതിന്റെ ഫലമൊക്കെ നമുക്ക് എഴുതി അറിയിക്കുന്നുണ്ട് പലരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് 21 ദിവസം സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ഒരു അമല്, അതേപോലെ തന്നെ സൂറത്ത് യാസീൻ 25 തവണ ഓതുന്നത്, സൂറത്ത് യാസീൻ ഒറ്റ തവണ ഓതുന്നതിന് ഒരു വ്യത്യസ്തമായ രൂപത്തിൽ ഓതുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല റിസൾട്ടുകൾ അതിൽ നിന്നൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല ഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണം. അതിൽ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നുണ്ട്, രാത്രി ചൊല്ലുന്നുണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന കലണ്ടറിലൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ തുടങ്ങി അന്നു മുതൽ ചൊല്ലുന്ന ദിവസങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചാൽ എത്ര അസ്മാഉൽ ഹുസ്ന ചൊല്ലി എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും. അസ്മാഉൽ ഹുസ്നയുടെ റിയാളകൾ മഹാന്മാർ വീട്ടുമ്പോൾ അവർ ലക്ഷക്കണക്കിന് അസ്മാഉൽ ഹുസ്ന ചൊല്ലും. ഏകാന്തമായിട്ട് മനുഷ്യരൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാള അതിങ്ങനെ ചൊല്ലി 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 അവരുടെ ശരീരത്തിനെ അവർ മെരുക്കിയെടുക്കും. നമുക്കതിനൊന്നും കഴിയുന്നില്ലല്ലോ. നമുക്കങ്ങനെ കഴിയോ? ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഏകാന്തമായി നോമ്പനുഷ്ഠിച്ച് വളരെ ത്യാഗത്തിൽ അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ പങ്കെടുത്താല് രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജ്ലിസിൽ ഓരോ അസ്മാഉൽ ഹുസ്ന ചെല്ലുമ്പോൾ ഒരു ദിവസം 2 അസ്മാഉൽ ഹുസ്ന കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു വർഷമാകുമ്പോൾ ഏകദേശം നമുക്ക് എത്ര അസ്മാഉൽ ഹുസ്ന കിട്ടും? അങ്ങനെ ആ അസ്മാഉൽ ഹുസ്നയൊക്കെ നമ്മളൊരു എണ്ണ രേഖപ്പെടുത്തി വെച്ചാൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോട് കൂടിയിട്ട് അസ്മാഉൽ ഹുസ്നയുടെ ഒരു വലിയ എണ്ണ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതോടുകൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ മെരുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആ നാക്ക് കൊണ്ട് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മ എന്തെങ്കിലും ഒരു വിഷയത്തിനങ്ങ് പ്രയോഗിക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും. അപ്പോൾ
നമ്മൾ നമ്മുടെ മജ്‌ലിസിൽ നൂറെ മദീനയുടെ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചൊല്ലാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് 5 വഖ്ത് നിസ്കാരം നിലനിർത്തണം. അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകളൊന്നും ഒഴിവാക്കരുത്. കുടുംബജീവിതം സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളോടും വെറുപ്പുണ്ടാകരുത്. വെറുപ്പുണ്ടാകുക എന്നുള്ളത് അവരുടെ ഹൃദയം അത് മലീമസമാകാൻ കാരണമാകുന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പ് വെക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. ആ രൂപത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഒരാളോടും നമ്മൾ ജയിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? തോറ്റുകൊടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല. തോറ്റുകൊടുത്തവരാണ് വിജയിച്ചവര്, വിനയം കാണിച്ചവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവര്. അതുകൊണ്ട് ആരുടെ മുമ്പിലും തോറ്റുകൊടുത്താൽ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പരാജയപ്പെട്ടു കൊടുക്കാൻ എപ്പോഴും തയ്യാറാവുക. പരാജയപ്പെട്ടു കൊടുക്കുന്നവർ വിജയത്തിന്റെ ഉന്നതങ്ങളിലെത്തിയ ചരിത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള വലിയ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ വരുമ്പോൾ ഇതിന്റെ താഴെ, അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസുകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത്തരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവർ എഴുതി അറിയിച്ചത് അതിന്റെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്, കടങ്ങളെല്ലാം വെട്ടിത്തരണം റഹ്മാൻ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ. നടുറോട്ടിലും ഐസിയുവിലും ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ്. ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ ഒരാളെയും നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയം തഖ്വയോടെ വുളൂഇലായിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള വലിയ തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.